പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ വിനോദ് പിക്ചറിൽ വന്നിട്ടില്ല. വിനോദ് എന്തിനാണ് മാറി നിൽക്കുന്നത് നമുക്കറിയില്ല. ഇപ്പൊ നിങ്ങൾ ആദ്യം അവരെ കുറ്റപ്പെടുത്താണ്. വിനോദ് പിക്ചറിൽ വന്നിട്ടില്ല. പുള്ളിയുടെ പുള്ളിയുടെ കാര്യങ്ങൾ ആ രീതിയിൽ സംസാരിക്കുന്നത് പുള്ളിയുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. എന്ത് പറഞ്ഞിട്ടുണ്ട്? ഈ എമൗണ്ടും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കോൾ റെക്കോർഡ്സ് ഉണ്ട്. നിങ്ങൾ എങ്ങനെ ഈ 5 സ്ത്രീകളെയൊക്കെ പുറത്താക്കിയിട്ട് നിങ്ങൾക്ക് അവരോടൊന്നും സംസാരിക്കാമായി? ആരുമില്ലായിരുന്നു സമയത്ത്, ആരും ഇല്ലായിരുന്നല്ലോ. അല്ല, ഇവിടെ സ്ത്രീകളുടെ വീടാണ് നിങ്ങൾക്ക് അറിയാമായിരുന്നു. ആണ് നമ്മൾ ഇപ്പോഴല്ലോ ഇന്ന് പേയ്മെന്റ് അടയ്ക്കാതെ നാളെ ചെന്ന് നിങ്ങളും മനുഷ്യരല്ലേ? മാനുഷിക പരിഗണന എന്ന് പറയുന്നത് അതാ പറയണേ. മാത്രമല്ല നിങ്ങൾക്ക് ജൂലൈ 3 വരെ സമയമുണ്ടല്ലോ. അഡ്വക്കേറ്റ് കമ്മീഷണർ അതെ, മനസ്സിലായി, നമുക്ക് മനസ്സിലായി, നമ്മൾ അറിയാത്തവരല്ലോ. നോക്കൂ നിങ്ങൾ കാര്യങ്ങൾ അതൊക്കെ കണ്ടു, അതൊക്കെ കണ്ടിട്ട് തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ 1 ലക്ഷം രൂപ വന്നതിന്റെ കണക്ക് നമുക്ക് എന്തായാലും ഒരു വ്യക്തമായിട്ടില്ല. നിങ്ങൾ പറയുന്നത് അത് ഭയങ്കര മോശമായിപ്പോയി എന്നുള്ളതാണ് പ്രേക്ഷകർക്ക് വേണ്ടി നിങ്ങളോട് പറയാനുള്ളത്. മുത്തൂറ്റ് ഹൗസിംഗ് ഫിനാൻസ് എന്നാണ് ഈ സ്ഥാപനത്തിന്റെ പേര്. ഈ അമ്മ ഇപ്പോ ഇവരുടെ പണം അടച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുന്നിലേക്കാണ് ഇന്നലെ ഉണ്ടായിരുന്ന എമൗണ്ട് 4,03,000 രൂപയാണ് ഇവർ വീട്ടിന് മുന്നിൽ പതിച്ചത്. പക്ഷേ ഇന്നാകുമ്പോഴേക്ക് 5,04,000 രൂപ വേണം എന്നുള്ളതാണ് ഇവരോട് പറഞ്ഞത്. അതായത് 25% വർധന ജപ്തി നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം ഈ ധനകാര്യ സ്ഥാപനം ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഇന്നലെ ഏതാണ്ട് ഈ സമയത്താണ് 5 സ്ത്രീകൾ, 2 സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളടക്കമുള്ള 5 സ്ത്രീകളെ പുറത്താക്കിക്കൊണ്ട് ഇവർ ജപ്തി നടപടികളിലേക്ക് കടന്നത്.